ഡോക്ടർ പ്രഭ ബാനർജി. യു ആർ ലേറ്റ്. ഇരിക്കിരിക്ക, വേഗം ഇരിക്ക. നമുക്ക് തുടങ്ങിയാലോ? നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ പ്ലീസ്? ഫാമിലി ഞാൻ ജനിച്ചപ്പോൾ തന്നെ മരണമാണ് കണ്ടത്. എൻ്റെ അമ്മയുടെ. ഞാൻ ജനിച്ചപ്പോൾ തന്നെ അവർ പോയി. എൻ്റെ അമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്യും, നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യും. എനിക്ക് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എല്ലാ അച്ഛനെ നോക്കിയിരുന്ന്. നിങ്ങളുടെ കണ്ണുകൾ എന്തു ഭംഗിയാ കാണാൻ. എൻ്റെ അച്ഛൻ കൃഷ്ണകാന്ത് പാൽ, ദ റിച്ച്, പ്രൗഡ് and successful owner of KP Group of Industries, top businessman of his time. ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണെന്ന് തോന്നുന്നു എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാകണമെന്നുള്ളത്. എഞ്ചിനീയറിംഗിലെ എല്ലാ പരീക്ഷകളിലും എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്. എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ? എടുത്തിയാട്ടത്തിൻ്റെ പ്രായമാണല്ലോ 18 വയസ്സ്. എൻ്റെ 18 വയസ്സിൽ അച്ഛന് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക്. എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്തു. അച്ഛനുണ്ടാക്കി വെച്ച പേര് കളഞ്ഞു വിളിക്കരുതല്ലോ. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. നിങ്ങൾ ആദ്യം കൊല ചെയ്ത ആളുടെ ബോഡി കിട്ടിയില്ല. അതിനെക്കുറിച്ചൊന്ന് പറയാവോ? എന്ത് കാരണത്തിൽ ആദ്യം കൊല നടത്തിയത്? ഞാൻ ഗംഗോത്രിയിൽ പോയിരുന്നു, അച്ഛൻ്റെ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കാൻ. കയ്യില കൊടവുമേന്തി ഗംഗയെ നോക്കി ഞാനങ്ങനെ പോവുകയായിരുന്നു. അച്ഛൻ്റെ കൂടെ കഴിഞ്ഞ ചെറിയ ചെറിയ ഓർമ്മകൾ എന്നെ അലട്ടാൻ തുടങ്ങി. ആ സമയത്ത് നോക്കിയപ്പോൾ ഒരുപാട് ആളുകൾ എന്തൊക്കെ പറഞ്ഞു പോവുകയാണ്. അനിരുദ്ധ കയ്യിൽ തന്ന ചിതാഭസ്മം എൻ്റെ കയ്യിലുണ്ട്. അച്ഛൻ്റെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോൾ എന്നോട് മീൻ പിടിക്കാൻ പറയുന്നു. ഈ ലോജിക്കൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് തോന്നിയത്. എന്നോട് അദ്ദേഹം വാദിക്കാൻ തുടങ്ങി. ഇതൊക്കെ സ്റ്റുപ്പിഡല്ലേ? എൻ്റെ കയ്യിൽ അച്ഛൻ്റെ ചിതാഭസ്മമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വീണ്ടും 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 പറയുകയാണ്. ആ തലയിലൊന്ന് കയറിക്കിട്ടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചൊക്കെ ബാലൻസ് ചെയ്ത് വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി. ഞാനത് വെള്ളത്തിലൊടുക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ പറ്റുന്നില്ല. ഞാൻ മിണ്ടാതെ നോക്കി നിന്നു. ആ രൂപം പതുക്കെ പതുക്കെ വെള്ളത്തിനുള്ളിലേക്ക് പോയി. ഞാൻ ഭയന്നുപോയി, വല്ലാതെ പേടിച്ചു. പേടി? പിന്നെ പേടിക്കാതെ? ഇത് ഫസ്റ്റ് ടൈം അല്ലേ? നന്നായിട്ട് പേടിച്ചു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയും മതി. നിങ്ങൾ വേണമെങ്കിൽ പൊയ്ക്കോ. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും. എനിക്കും അതെ.
ഐ എം സോറി മിസ് പ്രഭ, ദിസ് വീക്ക് ഐ എം വെരി ബിസി. അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് തരാം. ചൊവ്വാഴ്ച 10 മണി. നെക്സ്റ്റ് വീക്ക്. ഓക്കെ, താങ്ക്സ്. ഉം. അതെ, അയാളുടെ വക്കീലിന്റെ പേരെന്താന്ന് പറയോ? അനിരുദ്ധ് സെൻ, സെൻ ആൻഡ് മൈറ്റി ലോ ഫാം. ഓക്കെ, താങ്ക് യു. ഇറ്റ് വാസ് സോ സ്ട്രേഞ്ച്. വല്ലാത്ത അതിശയം തന്നെ. ദ ഫീലിംഗ് വെൻ ഐ സോ ഹിം. ഞാനത് കണ്ടു. അയാളുടെ 2 കണ്ണുകൾ. അയാളോട് സംസാരിച്ചിട്ട് എങ്ങനെയുണ്ട്? അയാൾ കൂടുതലൊന്നും പറഞ്ഞില്ല, പക്ഷെ അയാൾ എന്തൊക്കെയോ പറയാനായി ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ഡെസ്പറേറ്റ്, കുറച്ച് ഇറോട്ടേക്ക്. ബട്ട് ഈസ് വെരി ഷാർപ്പ്. അവൻ ഷാർപ്പായതുകൊണ്ടാണ് കൊല ചെയ്തത്. 11 വർഷത്തിൽ 89 കൊല, നീറ്റ്ലി. അത് ഒരു തെളിവും ബാക്കി വെക്കാതെ. ഫോർ ദാറ്റ് യു നീഡ് എ ലോട്ട് ഓഫ്. അവൻ്റെ കില്ലിംഗ് മെത്തേഡ്സ് തികച്ചും വ്യത്യസ്തമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നോവേറ്റീവ്. ഇന്ന് നോക്ക്, 10 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് കഠിനമായ ഒരു വിഷച്ചെടിയിൽ നിന്നൊരു പൂവ് കൊടുത്ത് അവളെ കൊന്നു, അതും ഫുഡിൽ കലർത്തി. ദിസ് ഗൈ ഈസ് അമേസിങ്. ദി ഓൺലി കോമൺ തിങ് വാസ് ഹിസ് സിഗ്നേച്ചർ. കൊല ചെയ്യുന്ന ആളുടെ നെറ്റിയിൽ അയാൾ എഴുതാറുണ്ട് ദ നമ്പർ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, പോലീസിന് ഓരോ വിക്ടിമിൻ്റെയും ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമായിരുന്നു. ഹി വുഡ് ഓൾവേസ് മേക്ക് ഷുവർ ഓഫ് ദാറ്റ്. പക്ഷേ അയാൾ ആദ്യം കൊന്ന വിക്ടിമിൻ്റെ ബോഡി കിട്ടിയില്ല. അതൊരു ആക്സിഡൻ്റ് ആണെന്നാണ് അന്ന് കോടതിയിൽ പറഞ്ഞത്. 1974 ഗംഗോത്രിയുടെ അടുത്തെവിടെയോ. ആ കേസ് അവർ ഒത്തുതീർപ്പാക്കി. ശരി, അതിരിക്കട്ടെ. അയാൾ 2ാമത്തെ കൊല എപ്പോഴാ ചെയ്തത്? 1975. ദാറ്റ് വാസ് പ്ലാൻഡ്. അപ്പോൾ അയാൾക്ക് 19 വയസ്സ്. പിന്നെ അയാൾ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും തന്നോ? ഐ ഡിഡ്. ഹീസ് ടു പ്രൈസ് ഫാദർ എ ലോട്ട്. അയാൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛനോട്. മനുഷ്യരിൽ അയാൾ സ്നേഹിച്ചിരുന്നത് അച്ഛനെ മാത്രമെന്ന് തോന്നുന്നു. അനൂപ്, എനിക്കൊരു സഹായം കൂടി വേണം. ആജ്ഞാപിച്ചോളൂ. അയാൾക്കൊരു ലോയറുണ്ട്, അനിരുദ്ധ് സെൻ ഓഫ് സെൻ ആൻഡ് മൈറ്റി ലോ ഫോം. അയാളെ കണ്ടുപിടിച്ചാൽ ഇയാളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടും. ഇത് റൈറ്റ് ഹാൻഡിൻ്റെ ഒരു കളിയാ മാഡം. ശരി, പറയൂ. നീ എപ്പോഴാണ് പോകുന്നേ? മറ്റന്നാൾ.